വിവാദമായ കാഫിർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മുൻ എംഎൽഎയും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ ലതിക. പിന്നാലെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയും ചെയ്തു. അതേസമയം വിവാദ പോസ്റ്റ് പ്രചരണത്തിലെ പങ്ക് വ്യക്തമായതോടെ കെ ലതിക പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പ്രതികരിച്ചു. വടകരയിലെ സിപിഎം സ്ഥാനാർത്ഥി കെ ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ച് ലീഗ് പ്രവർത്തകൻ പോസ്റ്റർ ഇറക്കിയെന്നായിരുന്നു പരാതി. മുസ്ലിം ലീഗ് പ്രവർത്തകൻ കാസിമിന്റെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയായിരുന്നു പ്രചരണം. എന്നാൽ കാസിമിന്റെ മൊബൈൽ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്നും പ്രഥമദൃഷ്ട്യാ കാസിം കുറ്റം ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായതായും സർക്കാർ കോടതിയിൽ മറുപടി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻ എംഎൽഎയും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ ലതിക വിവാദ പോസ്റ്റ് പിൻവലിച്ചത്. കൂടാതെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിവാദ പോസ്റ്റ് പ്രചാരണത്തിലെ പങ്ക് വ്യക്തമായതോടെ കെ ലതിക പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം സിപിഎം നേതൃത്വം അവരെ തള്ളിപ്പറയണമെന്നും DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പ്രതികരിച്ചു. വർഗീയ പോസ്റ്റ് പ്രചരിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നും അന്വേഷണം ഊർജിതമാക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത മതേതരത്വത്തിന് ഏറ്റവും ഭീഷണിയാകുന്ന ഒരു പോസ്റ്റാണ് ലതികയെ പോലുള്ളൊരു മുൻ MLA പ്രചരിപ്പിച്ചത്. ഇത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. പൊതുസമൂഹത്തിനോട് കെ ലതിക മാപ്പ് പറയണം, അല്ലെങ്കിൽ CPM അവരെ തള്ളിപ്പറയണം. യഥാർത്ഥ പ്രതികളെ ഇന്നും പിടിച്ചില്ലല്ലോ. ആ പ്രതിയെ പിടിക്കാനുള്ള ആവശ്യം ഞങ്ങൾ ആവർത്തിക്കുന്നു. ഒരു എത്ര വലിയ കുറ്റമാണ് ചെയ്തത്? ആ തെറ്റ് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഇപ്പം പിൻവലിച്ചത്. എവിടുന്നാണ് കിട്ടിയത് പറയണമെങ്കിൽ ഒന്നുകിൽ അവർ പറയണം, അല്ലെങ്കിൽ പോലീസ് പറയിപ്പിക്കണം. ഇതോടുകൂടി കാഫിർ പ്രചരണ വിവാദത്തിൽ CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. അതേസമയം പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഈ മാസം 28-ന് വീണ്ടും പരിഗണിക്കും. ഹർജിക്കാരനായ ഗാസിമിനോട് മറുപടി സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.